ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെബ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ട്യൂട്ടോറിയൽ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ലെറ്റർ ഹെഡ് ഡിസൈൻ ചെയ്യാനാണ്. നമ്മളിപ്പോൾ എല്ലാ ബിസിനസ്സിനും വേണ്ടി വരും ഒരു ലെറ്റർ ഹെഡ് ഡിസൈൻ ചെയ്തിട്ട് ഒരു ലെറ്റർ പാഡ് സൂക്ഷിക്കുക എന്നുള്ളത്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റിന് കൊടുക്കുക. എന്നിട്ട് ലെറ്റർ പാഡിൻ്റെ സൈസ് എപ്പോഴും നമ്മൾ A4 ഷീറ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ A4 സൈസ് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക. നമുക്കിപ്പോൾ ഒരു ക്യാൻവാസ് കിട്ടി. ഇനി ആദ്യം വേണ്ടത് നമുക്കൊരു ഹെഡറിലൊരു ലോഗോ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആദ്യം ലോഗോ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ലോഗോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും PNG ഇമേജ് ഡൗൺലോഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അത് വൃത്തികേടായി വരും. അപ്പോൾ നല്ലൊരു ലോഗോ നമുക്ക് എടുക്കാം. ഇതിന്ന് ഈ ലോഗോ നോക്കാം. നമുക്ക് സേവ് ചെയ്യുമ്പോൾ നമുക്ക് PNG ഫയൽ തന്നെയാണ് വരുന്നത്. നമുക്ക് നോക്കാം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോയെന്ന്. എന്നിട്ട് നമുക്ക് അതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ കൊടുത്തിടുക. എന്നിട്ട് നമുക്ക് ഈ ഇമേജിനൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു ഇമേജ് ഇട്ട് നോക്കാം. അത് JPEG ആണ്, അത് പറ്റൂല. നമുക്ക് ഈ PNG ഒന്ന് നോക്കാം. ഓക്കെ, ഇതിന് നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഇതിനും പ്രശ്നമുണ്ട്, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഗൂഗിൾ ലോഗോ എടുക്കാം. PNG ഫയലാണ്, നമുക്ക് നോക്കാം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോന്ന്. നമുക്ക് തൽക്കാലം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാജിക് എറേസർ വെച്ച് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നല്ലൊരു ലോഗോ കിട്ടി. ഇനി നമുക്ക് ആദ്യം ലോഗോ ടോപ്പിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇത്രയും സൈസ് വേണ്ട, അപ്പോൾ Ctrl+T കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കുറയ്ക്കാം. എന്നിട്ട് അതിനെ നമ്മൾ സെൻറ്ററിൽ അലൈൻ ചെയ്തിടണം. നമുക്ക് ടോപ്പിൽ കിട്ടി. പിന്നെ വേണ്ടത് നമുക്കൊരു വാട്ടർമാർക്ക് കൊടുക്കണം. അതിന് നമുക്ക് ലോഗോൻ്റെ ഒരു കോപ്പി എടുക്കുക. അതിന് ഇത് ലെയർ സെലക്ട് ചെയ്യുക, ലോഗോ ഉള്ളതിട്ട് Ctrl+V കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കോപ്പി കിട്ടി. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് Ctrl+T കൊടുത്തിട്ട് നമുക്ക് ഈ ലോഗോനെ Ctrl+T കൊടുത്തിട്ട് വലുതാക്കാം. അപ്പോൾ നമുക്ക് വലിയൊരു ലോഗോ കിട്ടി. ഇനി അത് വേണ്ടത് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിട്ട് വാട്ടർമാർക്ക് പോലെ ആക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒപ്പാസിറ്റി ഉണ്ട്, ആ ലെയർ സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക.
ഒപ്പാസിറ്റി ഒരു 10 കൊടുത്താൽ കണ്ടോ, അപ്പോൾ നമുക്കൊരു വാട്ടർ മാർക്ക് കിട്ടി. ഇനി വേണ്ടത് നമുക്ക് അടിയിൽ അഡ്രസ്സ് എല്ലാം എഴുതണം നമ്മളെ കമ്പനീൻ്റെ. അപ്പോൾ അതിനൊരു ന്യൂ ലെയർ എടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഡ്രാഗ് ചെയ്യുക. ചെറിയൊരു ഇത് മതി നമുക്ക്, ചെറിയൊരു പോർഷൻ. എന്നിട്ട് നമുക്കൊരു കളർ കൊടുക്കാം. പെയിൻറ് ബക്കറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗ്രേഡിയൻ്റ് കൊടുത്തു നോക്കാം. ഈ ഗ്രേഡിയൻ്റ് ഇവിടെ കൊടുത്തു നോക്കാം. എന്നിട്ട് ഈ ഇതിൻ്റെ റെക്റ്റാങ്കിൾ ടൂളിൻ്റെ സെലക്ഷൻ പോകാൻ കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്യാൻ ഉണ്ടോ, അവിടെ പോയി. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യണം നമ്മൾ അഡ്രസ്സ് എല്ലാം. അപ്പോൾ അതിന് ഈ ടെക്സ്റ്റ് ടൂൾ എടുക്കുക, ടൈപ്പിംഗ് ടൂള്, എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഓഫീസിൻ്റെ നമ്പർ എത്ര കൊടുക്കുക, നമ്മൾ 77, ബിൽഡിംഗ് നെയിം, പ്ലേസ്, സ്റ്റേറ്റ്, കൺട്രി. എന്നിട്ട് നമ്മൾ ഫോൺ നമ്പർ കൊടുക്കും നോർമലായിട്ട്. പിന്നെ ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് അത്രയും സൈസ് വേണ്ട. അപ്പോൾ അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ബോൾഡ് വേണ്ട, ബോൾഡ് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ സൈസ് കൊടുക്കാം 31 PT ഉള്ളത്. അത് കുറച്ച് കൊണ്ടുവരാം. അതിന് സെൻറ്ററിൽ കൊടുത്തിടുക. എന്നിട്ട് ബോൾഡ് വേണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് കൊടുക്കാം, റെഗുലറിന് കൊടുക്കാം. ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു സാമ്പിള് ലെറ്റർ പാഡ് കിട്ടി. പിന്നെ ഇത് സേവ് ചെയ്യുമ്പോൾ എപ്പോഴും PDF ആയി കൊടുക്കാം, ഫോട്ടോഷോപ്പ് PDF. എന്നാൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവ് കൊടുക്കുക, എന്നിട്ട് എന്താ ഹൈ ക്വാളിറ്റി തന്നെ എപ്പോഴും കൊടുക്കുക. എന്നിട്ട് സേവ് PDF കൊടുക്കുക. എന്നിട്ട് ഞാൻ ആ ഫയലിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. കണ്ടോ, നമുക്ക് നല്ലൊരു ലെറ്റർ ഹെഡ് കിട്ടി. പിന്നെ ഈ ലെറ്റർ ഹെഡ് നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് എത്ര പേപ്പർ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.